കാൽവരി മൗണ്ട് ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിയന്റെ വാർഷികവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ചർച്ച് പാരിഷ്കാരിൽ വെച്ചാണ് വാർഷിക യോഗം സംഘടിപ്പിച്ചത്. യൂണിറ്റ് രക്ഷാധികാരി ഫാദർ ഫിലിപ്പ് മണ്ണകത്ത് അധ്യക്ഷനായിരുന്നു. STDS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസഫ് കൊച്ചുകുന്നേൽ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിൽ ഒരു തവണ പോലും പോകേണ്ടി വന്നില്ല. ഇതിന്റെ അപേക്ഷകളൊക്കെ നമ്മുടെ വന്ന് ഓഫീസിൽ വന്നു തന്നു. നമ്മളത് ബാങ്കിലേക്ക് പോകേണ്ടി ചെയ്തു. ബാങ്കുകാരൊക്കെ നോക്കി സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് നോക്കി. അതിനുശേഷം പിന്നെ രണ്ടാമത് അവരെ വിളിച്ചത് നോൺ സാങ്ഷനായി കാശ് കൊടുക്കൂ എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ചുവപ്പ് നാടയും നടപ്പും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളൊക്കെ ഒഴിവാക്കി ഒരു ഈടുമില്ലാതെ ഈ 1.5 കോടി രൂപ വായ്പ കൊടുത്തത് ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ്, നന്നായി പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ടാണ്. യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ടോമി, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ തോമസ്, ജോബിൻ മാത്യു എന്നിവർക്ക് സ്വീകരണം നൽകി. ക്രെഡിറ്റ് യൂണിയൻ രൂപത പ്രസിഡന്റ് കുഞ്ഞമ്മ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് യൂണിറ്റ് ഭാരവാഹികളായ റജി വടക്കേൽ, സിബി പോൾ, ബിജു പുതുപ്പറമ്പിൽ, മാത്തുക്കുട്ടി മുണ്ടാട്ട് എന്നിവർക്ക് ഫാദർ സജി നരിമറ്റം ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MD തോമസ്, വൈസ് പ്രസിഡന്റ് പ്രിൻസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.